കണ്ണൂർ എയർപോർട്ടിലുള്ളത്. അപ്പോൾ ഇനി ബാംഗ്ലൂരിൽ നിന്ന് കണക്ഷൻ ആയിട്ട് ഡൽഹിയിൽ പോകും. അവിടുന്ന് ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് എത്താനായി. ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി. ഇനി ഡൽഹിക്ക് കണക്ഷനാണ്. ഇപ്പോൾ വെയിറ്റിംഗ് ആണ്. ഇതാണ് ബാംഗ്ലൂർ എയർപോർട്ട്. ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി. ചെറിയ കോൾഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അല്ലെങ്കിൽ മുന്നേ ഉണ്ട്. പിന്നെ ഒരു ഗേറ്റ് നമ്പർ 1 പോവാണ്. ഇവിടുന്ന് ഒരു 3 മണിക്കൂർ ഡൽഹിയിൽ. ഞങ്ങൾ ഡൽഹി എത്തി. ഞങ്ങൾ ഡൽഹി എത്തി. ഇപ്പോൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ റൂമിലേക്ക് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് ഞങ്ങൾ നടക്കുകയാണ്. ഡൽഹി മെട്രോയിൽ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് വരാൻ പറ്റും. അവിടെ തന്നെയാണ്. അങ്ങനെ ഞങ്ങളിതാ കാർഡ് എടുത്തു. 2 പേരും കൂടിയിട്ട് മെട്രോ കാർഡ് എടുത്തു. ഞങ്ങളിതാ കരോൾ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഇറത്തി മെട്രോന്ന് റൂമിലേക്ക് പോകും. ഞങ്ങൾ റൂമിൻ്റെ അടുത്തേക്ക് നടക്കാനൊരു 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ വണ്ടി നോക്കിയത്. അപ്പോൾ ഇതാ ഞങ്ങൾ ഓട്ടോയിൽ കയറി. ഞങ്ങൾ ഇവിടെ അടുത്താണ്. ഒരു 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോ പിടിച്ചു. ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് എത്താനായി. ഞങ്ങളിവിടെ റൂമെടുത്തു ഡൽഹിയിൽ. അപ്പോൾ കഴിച്ച് റെസ്റ്റ് എടുക്കുന്നു. ആണ് ബെഡ്റൂം. പിന്നെ അവിടെ വിൻഡോ, പിന്നെ വാഷ്റൂം. ഞങ്ങൾ പുറത്ത് പോകും. ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും റിട്ടേൺ വരും. ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. ഒരു 4 മണി. ഞങ്ങൾ നൈറ്റിന് റിട്ടേൺ വരാം. ഞങ്ങൾ 4th ഫ്ലോറിലുള്ളത്. ഫ്ലോറിലാണ് ഞങ്ങൾ റൂമിക്ക്. ഞങ്ങൾ ഡൽഹി ജമാ മസ്ജിദിൽ പോകണമെന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ഇറങ്ങി. ഡൽഹി സ്ട്രീറ്റിൽ കൂടെ ഞങ്ങൾ ജമാ മസ്ജിദിൻ്റെ ഏരിയയിലേക്ക് പോവാണ്. ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് മെട്രോ. അപ്പോൾ മെട്രോ കയറിയിട്ട് 4 സ്റ്റോപ്പുണ്ട്. മെട്രോ കാർഡ് എടുത്തിട്ടുണ്ട്. ഫുഡ് ആ ഒരു ഏരിയയിൽ കുറേ ഫുഡിൻ്റെ ഏരിയ ഉണ്ട്. അപ്പോൾ അങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞു. റൈസ് എവിടെയൊക്കെ പോവാം നമ്മൾ ഫുഡ് കഴിക്കാൻ? കുറച്ച് ഫുഡ് സ്പോട്ടുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് കഴിക്കണം. സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ്.